സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. വിശുദ്ധ മക്കയിൽ ഖുറൈശികളുടെ കടുത്ത പീഡനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇസ്ലാമിലേക്ക് പുതുതായി കുറേ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹജ്ജ് കർമ്മത്തിന് വന്ന ആളുകളിലൂടെ മദീനയിലും ഇസ്ലാം എത്തിക്കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി, മദീന ഇസ്ലാമിന് പറ്റിയ ഭൂമിയാണ്. അങ്ങനെ കുറേ സ്വഹാബികളെ മദീനയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പലായനം ചെയ്യുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഖുറൈശികളുടെ കടുത്ത ക്രൂരത താങ്ങാൻ കഴിയാതെ എത്യോപ്യയിലേക്ക് പലായനം ചെയ്യാൻ ഒരുങ്ങിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു ദുഗ്ന പറഞ്ഞു, താങ്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. താങ്കൾ എന്നോടൊപ്പം വരൂ. മക്കയിൽ എല്ലാവിധ സുരക്ഷിതത്വവും ഞാൻ താങ്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. താങ്കൾ അള്ളാഹുവിന് ആരാധന ചെയ്തുകൊള്ളൂ. ആരും നിങ്ങളെ തടയുകയില്ലെന്ന് ഞാനിതാ ഉറപ്പ് തരുന്നു. ഇബ്നു ദുഗ്നയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ എത്യോപ്യൻ യാത്ര ഉപേക്ഷിച്ച് മക്കയിലേക്ക് തന്നെ മടങ്ങി. ഇബ്നു ദുഗ്ന മക്കയിലെത്തിയ ഉടനെ ഖുറൈശി പ്രമുഖരോട് ഇപ്രകാരം പറഞ്ഞു, സ്വഭാവശുദ്ധി കൊണ്ടും മറ്റെല്ലാം കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്നവനാണ് അബൂബക്കർ. ആ അബൂബക്കറിന് എല്ലാവിധ സംരക്ഷണവും ഞാൻ നൽകിയിരിക്കുന്നു. അദ്ദേഹത്തെ ആരും ഒരു ഉപദ്രവവും ഏൽപ്പിക്കരുത്. പ്രമാണിയായ ഇബ്നു ദുഗ്നയുടെ വാക്കുകൾ ഖുറൈശികൾക്ക് തള്ളാനായില്ല. എങ്കിലും അവർ ഒരു നിബന്ധന വെച്ചു. അബൂബക്കർ അവൻ്റെ റബ്ബിന് ആരാധന ചെയ്തു കൊള്ളട്ടെ, പക്ഷേ അത് പരസ്യമാക്കാൻ പാടില്ല, വളരെ രഹസ്യമായിട്ടായിരിക്കണം. ഈ കരാർ അനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ആരാധനകൾ രഹസ്യമാക്കി. നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതുമെല്ലാം ആരും കാണാൻ പാടില്ല. ഇപ്രകാരം അദ്ദേഹം കുറച്ചു കാലം ജീവിച്ചു. ഇതെന്ത് സ്വാതന്ത്ര്യമാണ്! തനിക്ക് ഇഷ്ടാനുസരണം രക്ഷിതാവിനെ വണങ്ങുവാനോ അവനിൽ സ്തുതികൾ അർപ്പിക്കുവാനോ പാടില്ല. കേവലം ഒരു പീരുവിനെ പോലെ ഇബാദത്തുകൾ എടുത്ത് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നതിനെ ആ ധീര മാനസൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. വയ്യ, തനിക്കിനി ഒളിച്ചു വസിക്കാൻ വയ്യ. പിന്നെ അബൂബക്കർ ചെയ്തത് എന്താണെന്നോ? സ്വന്തം വീട്ടുമുറ്റത്ത് ചെറിയൊരു ആരാധനാലയം പണിതു. തൻ്റെ ആരാധനകളെല്ലാം അങ്ങോട്ട് മാറ്റി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്നതും നിസ്കരിക്കുന്നതുമെല്ലാം ആ പുതിയ ആരാധനയത്തിൽ വെച്ചാണ്. ഇബാദത്തിലും ഖുർആൻ പാരായണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തൻ്റെ സ്വരം പരിധി വിട്ട് ഉയർന്നു പോകുന്നതെന്നും അദ്ദേഹം നിയന്ത്രിക്കാൻ ഒരുങ്ങിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിന് മുന്നിലൂടെ നടന്നു പോവുകയായിരുന്ന ഖുറൈശി പ്രമാണികളെ ആ ശബ്ദം വല്ലാതെ അലോസരപ്പെടുത്തി. അവർക്ക് നിൽക്കപ്പൊറുതിയുണ്ടായില്ല. അവൻ്റെ ശല്യം ഒഴിഞ്ഞതാണ്. വീണ്ടും ഇവിടെ പിടിച്ചു കൊണ്ടുവന്നത് ഇബ്നു ദുഗ്നയാണ്. ഇതിനൊക്കെ അയാളെ പറഞ്ഞാൽ മതി. ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. ഏതായാലും ഇബ്നു ദുഗ്നയെ വരുത്തുക തന്നെ. ഖുറൈശി നേതാക്കൾ പറഞ്ഞു, താങ്കളുടെ സംരക്ഷണത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ അബൂബക്കറിനെ ഒന്നും ചെയ്യാത്തത്. അവൻ അന്നു ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുന്നു. രഹസ്യമാക്കി എന്നേറ്റ അക്കാര്യങ്ങളെല്ലാം അവൻ പരസ്യമാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ ഓത്തും നിസ്കാരവുമെല്ലാം കേട്ടുകൊണ്ട് അറിവില്ലാത്ത നിരപരാധികളായ ജനങ്ങൾ ഈ വലയിൽ വീണു പോകുമോ എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവന് നൽകിയ സംരക്ഷണം പിൻവലിക്കുക. ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും ഞാൻ അബൂബക്കറിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇബ്നു ദുഗ്ന നേരെ ചെന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്കാണ്. അങ്ങ് ആരാധനകൾ രഹസ്യമാക്കി വെക്കുന്നതാണ് നല്ലത്. വെറുതെ വഴക്കിനും വയ്യാവേലിക്കും പോയി ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്തിനാണ്? അത് കേട്ട് അബൂബക്കർ പറഞ്ഞു, എനിക്കിനി ഒരു ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കാൻ വയ്യ. അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യം ഞാൻ എന്തിന് രഹസ്യമാക്കണം? എങ്കിൽ എനിക്ക് താങ്കൾക്ക് നൽകിയ സംരക്ഷണം പിൻവലിക്കേണ്ടി വരും. അത് കേട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെല്ലും പതറിയില്ല. അദ്ദേഹത്തിൻ്റെ ഈമാനിക ആവേശം ശരിക്കും പ്രത്യക്ഷമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞു, എനിക്ക് സംരക്ഷണം തരാൻ റബ്ബുൽ ആലമീനായ തമ്പുരാനുണ്ട്. പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം? അതൊരു ദൃഢ പ്രഖ്യാപനമായിരുന്നു. ഇബ്നു ദുഗ്ന പിന്നെ അവിടെ നിന്നില്ല. അയാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയ സംരക്ഷണം പിൻവലിച്ചു.
എത്രയെത്ര പരിഹാസവചനങ്ങൾ, തെരുവ് പിള്ളേരെ കൊണ്ടുള്ള കൂക്കുവിളികൾ, ഇതെല്ലാം വിധത്തിലുള്ള മർദ്ദനമുതലുകളാണ് ഖുറൈശികളിൽ നിന്നുണ്ടാകുന്നത്. എല്ലാവിധ ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീനിനു വേണ്ടി സഹിച്ചു. ചിലർ അദ്ദേഹത്തിൻ്റെ ശിരസിൽ മണൽ വാരിയിട്ടു. കാണുന്നിടത്ത് വെച്ചൊക്കെയും കഴിയും വിധത്തിലും അവർ ദ്രോഹങ്ങൾ ചെയ്തു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനുള്ള മനസ്ഥിതിയില്ലാത്ത നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ ഉടമയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ഇന്ന് വരെ അദ്ദേഹം ചെയ്തിട്ടില്ല. പറഞ്ഞിട്ടെന്താ, സത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഈ മുൾക്കിരീടങ്ങളെല്ലാം അദ്ദേഹത്തിന് തലയിൽ എടുത്തു വെക്കേണ്ടി വന്നു. മർദ്ദനങ്ങൾ അധികരിക്കുന്നതനുസരിച്ച് സത്യത്തെ ആശ്ലേഷിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഉണ്ടായത്. മക്കയിലും പരിസരങ്ങളിലും ഇസ്ലാം വേഗത്തിൽ വേരൂന്നുകയായിരുന്നു. ആഴത്തിലുള്ള ഈ വേരൂന്നൽ ഖുറൈശികൾ എത്ര തടഞ്ഞിട്ടും അറുതി വരുന്നുണ്ടായിരുന്നില്ല. അവർ സത്യവിശ്വാസത്തിലേക്ക് അടുക്കുന്നവരെ കഴിയും വിധം നിരുത്സാഹപ്പെടുത്താൻ നോക്കി. പക്ഷേ അതൊന്നും തെല്ലും ഫലമുണ്ടാക്കിയില്ല. അവരുടെ ഉള്ളിൽ വിദ്വാശത്തിൻ്റെ തീപ്പൊരി ചിതറി. ആയിടെ മദീനയിലും ഇസ്ലാമിൻ്റെ സന്ദേശമെത്തി. ഹജ്ജിൻ്റെ കാലത്ത് നാനാ ദിക്കിൽ നിന്നും ജനങ്ങൾ മക്കയിലെത്തിയിരുന്നു. അങ്ങനെ എത്തിയ ജനങ്ങളിൽ നിന്നാണ് വിശുദ്ധ സന്ദേശം മദീനയിലെത്തിയത്. മദീന തങ്ങൾക്ക് പറ്റിയ താവളമാണെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പു വന്നു. സ്വഹാബികളിൽ ഓരോരുത്തരെയായി നബി മദീനയിലേക്ക് അയച്ചു തുടങ്ങി. ഒടുവിൽ അബലകളും രോഗം കൊണ്ടും മറ്റും അവശരായവരും വൃദ്ധന്മാരും അടങ്ങുന്ന ഒരു ചെറിയ സംഘം മാത്രമാണ് മക്കയിൽ അവശേഷിച്ചത്. കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അനുയോജ്യമായ നല്ല വളക്കൂറുള്ള മണ്ണാണ് മദീനയിൽ ഉള്ളതെന്നറിഞ്ഞപ്പോൾ അവിടേക്ക് യാത്ര പോകാനുള്ള ആഗ്രഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉടലെടുത്തു. അദ്ദേഹം തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തിരുനബിയെ അറിയിച്ചു. ഇഷ്ടത്തോഴൻ്റെ ആഗ്രഹം അറിഞ്ഞ റസൂൽ അക്രം ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട അബൂബക്കർ, താങ്കൾ അല്പം കൂടി ക്ഷമിക്കുക. താമസിയാതെ നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാം. നിങ്ങൾ തനിച്ചല്ല, ഏറ്റവും നല്ല ഒരു സഹയാത്രികനെ അള്ളാഹു നിങ്ങൾക്ക് കനിഞ്ഞരുളാനും മതി. എല്ലാവരും മദീന എന്ന അഭയ കേന്ദ്രത്തിലെത്തിക്കഴിഞ്ഞു. ശരീരാരോഗ്യമുള്ള ഒരുത്തനും ബാക്കിയില്ല. പക്ഷേ തനിക്ക് മാത്രം യാത്ര നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. തന്നെ മാത്രം നബി പോകാൻ അനുവദിക്കാത്തത് എന്താണ്? എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഖുറൈശികൾ അവരുടെ മർദ്ദനങ്ങൾ തന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ ദ്രോഹങ്ങൾ താൻ ഇനി എത്ര കാലം സഹിക്കണം? പ്രവാചക തിരുമേനി തന്നോട് കാത്തിരിക്കാൻ പറയുന്നു. ഇനിയും എത്ര കാത്തിരിക്കണം ആവോ? ഏറ്റവും നല്ല സഹയാത്രികനെ കുറിച്ച് തിരുനബി പറഞ്ഞുവല്ലോ. ആരായിരിക്കും ആ കൂട്ടുകാരൻ? ഒരുപക്ഷെ അവിടുന്ന് തന്നെ ആയിരിക്കുമോ? എങ്കിൽ താൻ എത്ര ഭാഗ്യവാൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വാഹനങ്ങൾ തയ്യാറാക്കി കാത്തിരുന്നു. നബി തന്നെയായിരിക്കണേ തൻ്റെ സഹയാത്രികൻ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പലവിധ ചിന്തകൾ ഉടലെടുത്തു. പുറത്ത് കത്തുന്ന വെയിൽ, ഉരുകിയൊലിക്കുന്ന ചൂട്, തിളച്ചു മറിയുന്ന മണൽ, ആരും പുറത്തിറങ്ങാൻ മടിക്കുന്ന ഈ വെയിലിൽ അങ്ങകലെ ഒരു പൊട്ടുപോലെ ഒരു യാത്രികൻ അടുത്തു വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളെ തിരിച്ചറിഞ്ഞു. ഈ കത്തുന്ന വെയിൽ താണ്ടി പ്രവാചകൻ തന്നെ തേടി വന്നത് എന്തിനായിരിക്കാം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുനബിയെ സ്വീകരിച്ചിരുത്തി. നബി പറഞ്ഞു: അള്ളാഹു എനിക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനുമതി നൽകിയിരിക്കുന്നു. ആ വാർത്ത സന്തോഷത്തിലേറെ വിഷമമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉളവാക്കിയത്. പ്രവാചകൻ പോകുന്നതിലല്ല, നബി പോയി കഴിഞ്ഞാൽ പിന്നെ മക്കത്ത് എങ്ങനെ കഴിഞ്ഞുകൂടും എന്നതായിരുന്നു അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിച്ചത്. അങ്ങ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ നിസ്സഹായ അവസ്ഥ നബിയുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു. അത് കേട്ട് പ്രവാചകൻ ഒന്ന് പുഞ്ചിരിച്ചു. മനോഹരമായ ആ ദന്തനിരകളിൽ നിന്നും പ്രകാശം ചിന്നി അവിടുന്ന് പറഞ്ഞു: അബൂബക്കർ, താങ്കൾ ഒട്ടും വ്യാകുലപ്പെടേണ്ട. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതല്ലേ, താങ്കൾക്കൊരു നല്ല സഹയാത്രികനെ കിട്ടുമെന്ന്. എൻ്റെ കൂട്ടുകാരനായി താങ്കളെയാണ് അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും യാത്ര തുടങ്ങാം. ആഹ്ലാദം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തുള്ളിച്ചാടണമെന്ന് തോന്നി. ഇതുവരെയും പോകാൻ കഴിയാത്തതിലുള്ള വിഷമമായിരുന്നു. എല്ലാവരും പോയി, താൻ മാത്രം അവിടെ എന്നുള്ള വിചാരമായിരുന്നു. എന്നാൽ ഇതിന് മുമ്പ് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മഹത്തായ സൗഭാഗ്യത്തിനിടയാക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. പിന്നെ ഒട്ടും താമസിച്ചില്ല. യാത്രക്കുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ അവർ വ്യാപ്തരായി. ഖുറൈശികൾ ഒരു വലിയ ഗൂഢാലോചനയുടെ അന്ത്യം കാണാൻ ആകാംക്ഷഭരിതരായി കാത്തിരിക്കുകയായിരുന്നു. ദാറുൻ നദുവത്തിൽ വെച്ച് മുഹമ്മദിന്റെ ശല്യം തീർക്കേണ്ടത് എങ്ങനെയെന്ന് അവർ ആലോചിച്ചു.
ഒരുപാട് അഭിപ്രായങ്ങളിൽ നിന്നും ഏറ്റവും ഉചിതമായി തോന്നിയത് മുഹമ്മദിനെ കൊല ചെയ്യുക എന്ന അഭിപ്രായമായിരുന്നു. ആ അഭിപ്രായത്തിൽ അവർ ഉറച്ചു നിന്നു. മുഹമ്മദിനെ എങ്ങനെ വകവരുത്തണം, അതിന് ഖുറൈശികൾ പോംവഴി കണ്ടിരുന്നു. ഓരോ ഗോത്രത്തിൽ നിന്നും ശക്തരായ ഓരോ യുവാക്കളെ തിരഞ്ഞെടുക്കുക, ഓരോരുത്തരുടെയും കയ്യിൽ മൂർച്ചയുള്ള വാള് കൊടുക്കുക. മുഹമ്മദ് തൻ്റെ വസതിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചേർന്ന് ആഞ്ഞുവെട്ടുക, പിന്നെ ശല്യം ഉണ്ടാവുകയില്ല. അങ്ങനെ ഖുറൈശികൾ തീരുമാനിച്ചുറച്ച രാത്രിയാണ് വന്നണിഞ്ഞിരിക്കുന്നത്. ആ കുടില ബുദ്ധികളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു അവൻ്റെ റസൂലിനെ സംരക്ഷിക്കുമായിരിക്കോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഖുറൈശിയിലെ കരുത്തരായ യോദ്ധാക്കൾ പ്രവാചകന്റെ വീടിന് ചുറ്റും ഊരിപ്പിടിച്ച വാളുമായി കാത്തിരുന്നു. നബി യാത്രക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അലി റളിയല്ലാഹുവിനെ തൻ്റെ വിരിപ്പിൽ കിടത്തി താൻ പതിവായി ഉപയോഗിക്കാറുണ്ടായിരുന്ന പച്ച പുതപ്പെടുത്ത് പുതപ്പിച്ചു. ഇനി പുറത്തിറങ്ങണം. ആ മനസ്സിൽ യാതൊരു ചാഞ്ചല്യവും ഉണ്ടായിരുന്നില്ല. ചുറ്റും കൂടിയിരുന്ന ശത്രുക്കളെ കുറിച്ച് നബി അറിഞ്ഞു. അവിടുന്ന് കുറച്ച് മണ്ണ് വാരിയെടുത്തു. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ ഉരുവിട്ട് മണ്ണിൽ ഊതി മന്ത്രിച്ച മണ്ണ് അവിടുന്ന് പുറത്തേക്കിട്ടു. അത്ഭുതം! വീടിന് ചുറ്റും കൂടി നിന്നിരുന്ന ഓരോരുത്തരുടെയും കണ്ണിൽ മണൽത്തരികൾ ചെന്ന് വീണു. അവരെല്ലാവരും കണ്ണ് തുടച്ചു. ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു നബിക്ക് പുറത്തു കടക്കാൻ. എല്ലാവരും കണ്ണിൽ മണ്ണാണ്, ആർക്കും ഒന്നും കാണാൻ വയ്യ. പുറത്ത് കടന്നപ്പോൾ വാഹനവുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു നിമിഷം പോലും താമസിച്ചില്ല. രണ്ടുപേരും അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. ആദ്യ ലക്ഷ്യം സൗർ പർവ്വതമാണ്. നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ ലക്ഷ്യവും വെച്ചുകൊണ്ട് തങ്ങളുടെ വാഹനങ്ങളെ പായിച്ചു. ഇന്ന് ഈ ഗുഹയിൽ താമസിക്കാം, എന്നിട്ട് വീണ്ടും യാത്ര തുടരാം. തങ്ങൾ പുറപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ പുറകെ തേടി വരാതിരിക്കില്ല. അവരുടെ കണ്ണിൽ ഒരിക്കലും പെട്ടുപോകരുത്, അവർക്ക് പിടികൊടുക്കരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ ഒരു സമാധാനവും ഉണ്ടായില്ല. സ്വന്തം കാര്യത്തെ ഓർത്തല്ല, പ്രവാചകൻ കൂടെയുണ്ടല്ലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദിക്ക് കാരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറേ സമയം നബിയുടെ മുമ്പിൽ നടക്കും, എന്നിട്ട് സമാധാനം വരാതെ കുറേ സമയം പിറകെ നടക്കും. തനിക്ക് എന്ത് സംഭവിച്ചാലും ഒന്നും വരാനില്ല, പക്ഷേ നബി അവിടത്തേക്ക് ഒരു പോറലും ഏൽക്കാൻ പാടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ താൻ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത്തരം ചിന്തകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിച്ചിരുന്നത്. നബി തിരുമേനിയോട് അദ്ദേഹത്തിനുള്ള സ്നേഹം അവർണ്ണനീയമായിരുന്നു. ഒടുവിൽ അവർ രണ്ടുപേരും സൗർ ഗുഹയ്ക്കരികിലെത്തി. ആദ്യം ഗുഹക്കകത്തേക്ക് കയറാനൊരുങ്ങിയ തിരുനബിയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടഞ്ഞു. അങ്ങ് ഇവിടെ നിൽക്കൂ, ഞാൻ ആദ്യം ഗുഹക്കകത്ത് പ്രവേശിച്ച് അതിലെ സ്ഥിതിഗതികൾ എന്താണെന്ന് അറിഞ്ഞു വരാം. മനുഷ്യവാസമില്ലാത്ത സ്ഥലം, വല്ല ഹിംസ ജന്തുക്കളോ വിഷജീവികളോ മറ്റോ ഈ ഗുഹയിൽ താവളമടിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുണ്ടെങ്കിൽ അവ തന്നെ ആക്രമിച്ചു കൊള്ളട്ടെ. പ്രവാചകന്റെ രോമത്തിന് പോലും ഒന്നും സംഭവിക്കാൻ പാടില്ല. അത്രമാത്രം സൂക്ഷ്മതയോടു കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെരുമാറിയത്. അദ്ദേഹം മാളത്തിൽ പ്രവേശിച്ചു. ഗുഹയിൽ അങ്ങുമിങ്ങും കണ്ട പൊത്തുകൾ തുണി വലിച്ചു കീറി അടച്ചു. ഒരു മാളം മാത്രം ബാക്കിയായി. അത് അടക്കാൻ തുണിക്കഷ്ണം ബാക്കിയുണ്ടായിരുന്നില്ല. ആ മാളം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പാദം കൊണ്ട് അമർത്തി പിടിച്ചു. അനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അകത്ത് കയറി. രണ്ടുപേരും നല്ലവണ്ണം തളർന്ന് അവശനായിരുന്നു. ഇതുവരെയും യാത്ര ചെയ്യുകയായിരുന്നില്ലേ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹിജ്റ പോകുന്ന വിശുദ്ധ മദീനയിലേക്കുള്ള പലായനത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. ചരിത്രത്തിന്റെ 4-ാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.